ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിനകത്ത് ബേസിലിനെ അഭിനയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിറ്റി ലൈഫ് എന്ന് പറഞ്ഞു പണ്ട്. സിറ്റി ലൈഫ് സമയത്ത് തൊട്ട് ഞങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഏതോ ഒരു പോയിന്റ് കോർപ്പറേറ്റ് ഇരുന്ന് പ്രാന്ത് പിടിച്ച അവസ്ഥയില് പുള്ളി എടുത്ത് ചോദിച്ചു എന്തെങ്കിലും പരിപാടി ഉണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞ മിന്നൽ നടക്കുന്നുണ്ട്, നീ ഇറങ്ങി വാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ രണ്ടും കൽപ്പിച്ച് പേപ്പറൊക്കെ ഇട്ട് വന്നു. അപ്പൊ മിന്നലൊന്ന് തള്ളി, എന്തോ കുറച്ച് ഡിലേ ആയി. ജോലിക്ക് രാജിവെച്ചിട്ട് സിനിമയിൽ വരാൻ പാരന്റ്സ് ഒക്കെ എന്താ പറഞ്ഞത്? അവരെ പറ്റിച്ച്. സബാറ്റിക്കലാണ്, ഇപ്പൊ തിരിച്ച് ജോലിക്ക് കയറുന്നൊക്കെ പറഞ്ഞ് 3 മാസം 6 മാസം 1 വർഷം ഇങ്ങനെ നമ്മൾ ടൈം ബൈ ചെയ്തു. പിന്നെ അവർക്ക് മനസ്സിലായി ഇവൻ പറ്റിച്ചത്. ആക്ടർ ആവാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. അപ്പോ അത് നമുക്ക് പണ്ടേ സ്കൂളിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അക്കാഡമിക്കലി ഞാൻ അത്യാവശ്യം നല്ലതായിരുന്നു, പഠിപ്പിച്ചായിരുന്നു. പക്ഷെ എന്നാൽ പോലും സ്റ്റേജിൽ നമ്മൾ മറ്റേ മൈമ് നാടകവും അതും പരിപാടിയും കയറുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹൈയും ആ ഓഡിയൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് അന്ന് നമുക്ക് തിരിച്ചറിയാൻ മനസ്സിലായി. ഹായ് ഹലോ നമസ്കാരം. അതിരടി കണ്ടവരാരും ഈ താരത്തെ മറന്നിട്ടുണ്ടാവില്ല. നമസ്കാരം ഷെർഷാ ഷെരീഫ്. ശരിക്കും അതിരടിയുടെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിട്ടുണ്ട് സോഫാർ. ഞാൻ ഇത്രയും റിസപ്ഷൻ പ്രതീക്ഷിച്ചില്ല. തിയേറ്റേഴ്സിൽ പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് അറിയുന്നത്. എനിക്ക് തോന്നുന്ന ക്യാരക്ടർ അത്യാവശ്യം ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ ചെന്നൈയിൽ പോയ റീൽസും ബേസിൽ ഫുള്ള് പ്രൊമോട്ട് ചെയ്യുന്നതും സിനിമ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ കാണുന്നത്. എനിക്ക് തോന്നുന്നു 22-ാം തീയതി സിനിമ തമിഴ്നാട്ടിൽ ഇറങ്ങാം. അപ്പൊ അങ്ങനെയുണ്ട് ആ ഒരു സന്തോഷമൊക്കെ? നന്നായിട്ടുണ്ട്. അതിന്റെ ചെന്നൈയിലും എനിക്ക് ഞങ്ങൾ പോയിട്ട് നല്ല റിസപ്ഷനാണ്. എന്നാ അവിടുത്തെ ഓൾറെഡി എനിക്ക് തോന്നുന്നു തമിഴിയൻസ് ചിലവര് 2 പ്രാവശ്യം ഇതിന്റെ മലയാളമൊക്കെ വന്ന് കണ്ടവരുണ്ട്. അങ്ങനെ ഞങ്ങള് വഴിയിൽ ചിലവരെ കണ്ടു. ഓൾറെഡി 2 തവണ പാത്തിട്ട് എന്നൊക്കെ പറഞ്ഞു വന്നവരുണ്ട്. അല്ല, ആ പേര് കേൾക്കുമ്പോ തന്നെ ഉണ്ടല്ലോ, നമ്മൾ അവിടെയൊക്കെ അവര് യൂസ് ചെയ്യണ വാക്കാൻ തോന്നുന്നുണ്ട്. അതിരടി എന്ന് പറയുമ്പോ ആ ഒരു ആഘോഷം ഒക്കെ ആ സിനിമയിൽ കാണുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് എന്തെങ്കിലും ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഇവിടുത്തെ പോലെ തന്നെ? തമിഴ് വേർഷൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇതേപോലെ തന്നെ തമിഴിൽ അവിടെ കുറെ പരിപാടി ചെയ്തിട്ടുണ്ട്. അതിന് വഴിയെ കാണാം. അല്ല, ഇവിടെ തന്നെ ബേസിലിന്റെ ഇന്റർവ്യൂസും എല്ലാം ടോവിനോക്കുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര വൈറലാണ്. അപ്പൊ അവിടെ ഇതൊക്കെ വൈറലായിരിക്കോ? അവിടെ ഓൾറെഡി എനിക്ക് തോന്നുന്നു അന്ന് ഗ്രൗണ്ടിൽ പോയ സാധനം ഭയങ്കര സാധനം. സിക്സ് അടിച്ച് പ്രഡിക്ട് ചെയ്ത് ഭയങ്കര കത്തിട്ടുണ്ട്. അല്ല, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫെയിലായി തോറ്റ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ ബേസില്? പുള്ളി ബേസിക്കലി പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ബോളിലും ഇങ്ങനെ പ്രഡിക്ട് ചെയ്യും. എന്നിട്ട് മറ്റേ ഫ്രീ ഹിറ്റിൽ അടിച്ചതാണ് ഈ സാധനം. മറ്റേ ഔട്ടാവുന്നതിന് മുമ്പൊക്കെ പ്രഡിക്ട് ചെയ്തായിരുന്നു. ഇപ്പൊ 6 അതൊക്കെ ഔട്ടായി പോയി. പിന്നെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. എന്തായാലും അതിരടിനെ വൈറലാക്കി. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ കമന്റ്സിലൊക്കെ ഞാൻ കണ്ടപ്പോ ഉണ്ടല്ലോ, ഫുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയുന്നുണ്ടായിരുന്നു, എന്താ പറയാ, ക്രീം പെണ്ണിനെ പ്രണയിച്ചവൻ എന്ന് പറഞ്ഞ കമന്റ് കണ്ടു. പിന്നെ അതുപോലെ തന്നെ വീട്ടില് അല്ലെങ്കിൽ പുറത്ത് ഭയങ്കര ആൽഫ മെയില്, വീട്ടില് വാവാ എന്നൊക്കെ പറഞ്ഞ കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു കഥാപാത്രത്തെ പ്രേക്ഷകരെ ഏറ്റെടുത്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞേ, ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ച സൈഡിൽ കൂടെ പോകും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ആയിരുന്നു. പക്ഷെ നല്ല ഗുഡ് ഫീലിംഗ് ആയിരുന്നു. അപ്പൊ ഈ സിനിമയിലോട്ട് അതിരടിയിലോട്ട് എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു ക്യാരക്ടർ ഒക്കെ പറഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് വരുന്നത്? എനിക്ക് ഇതിനകത്ത് ഓഡിഷൻ ഉണ്ടായിരുന്നു. എന്നെ അരുണ വിളിച്ച ഡയറക്ടർ. ഇപ്പൊ പുള്ളി വിളിച്ചിട്ട് ഇതിന്റെ ആ ക്യാരക്ടറിന്റെ ഓഡിഷൻ ചെയ്യാൻ പറഞ്ഞു. എനിക്കൊന്ന് 2 ഒരു ഓഡിഷൻ ചെയ്തു. പിന്നെ കുറെ മാസം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ഞാൻ ചെയ്തായിരുന്നു അതിന്റെ സീൻസ്. അങ്ങനെ അതിനകത്തേക്ക് അപ്പൊ തീരെ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇത്രയും ഒരു വെൽക്കമിങ് കിട്ടും എന്നുള്ളത്? ഇല്ലായിരുന്നോ? വലിയ പ്രതീക്ഷയില്ല. കുഴപ്പമില്ല, അതൊക്കെ ആരെങ്കിലൊക്കെ കൊള്ളാതൊക്കെ പറയുന്നുള്ളു. അത്യാവശ്യം നല്ല ഇത് വരുന്നുണ്ട്. അപ്പൊ തിയേറ്ററിൽ ഇപ്പൊ അത്രയും ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ തിയേറ്ററിൽ കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഒരു ക്യാരക്ടർ കാണുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? സത്യത്തിൽ നമ്മുടെ വനിതാ വിനീതയില് കണ്ടപ്പോ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ക്രൂസ് ഷോ ഇത് ആക്ച്വലി എനിക്ക് ആ ഒരു ഞെട്ടൽ കിട്ടിയത് രാഗത്തിൽ പോയപ്പോഴാണ്. തൃശ്ശൂർ രാഗത്തിൽ പോയപ്പോഴാണ് ഇതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഓഡിയൻസിന് ഫീൽ കിട്ടുന്നത്. അപ്പൊ മനസ്സിലായി ഇത് സംഭവം അടിച്ചു എന്നുള്ള. അത് കഴിഞ്ഞപ്പോ പുറത്തിറങ്ങിയപ്പോ ആളുകളൊക്കെ എന്താ പറഞ്ഞത്? സാധാരണ നമ്മള് ഇപ്പൊ ആദ്യമായിട്ടൊരു സിനിമ കാണാൻ വരുമ്പോഴേ നമ്മള് എക്സ്പെക്ടേഷൻ ഇല്ലാത്ത സിനിമ കാണാൻ വരുമ്പോ നമ്മൾ വിചാരിക്കും, അയ്യോ ആൾക്കാരെ ഏറ്റെടുത്തില്ലെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ കുറച്ച് ഒതുങ്ങി ഇങ്ങനെ മാറിയിരിക്കുമായിരിക്കും. സിനിമ ഇറങ്ങി പുറത്തിറങ്ങിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഇതെന്ന് പറയണത്? നമ്മുടെ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര മൊമെന്റ് ആയിട്ടൊന്നും ഇല്ല. ഇപ്പൊ എവറി ടൈം നമ്മൾ ഇത് കഴിയുമ്പോഴേ ഇത് വർക്കാവുന്നുണ്ടോ എന്നുള്ള നമ്മുടെ അകത്ത് ഈ തോട്ടാണല്ലോ റൺ ചെയ്തോണ്ടിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ അത് കോൺസ്റ്റന്റ്ലി അതിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കും, ഇത് വർക്കായിട്ടുണ്ടോ, ഈ നമ്മൾ ചെയ്ത ഓക്കെ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ. എന്തായാലും മനുഷ്യരാണല്ലോ, മനുഷ്യരായത് അത് നമ്മൾ എപ്പോഴും ചിന്തിക്കും. അപ്പൊ അത് ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച സാധനമൊക്കെ വർക്കായി കാണുമ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷൻ
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ, പക്ഷെ കുറെ ഹെയ്റ്റ് ക്യാമ്പയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങിയ സമയത്തും പലതരത്തിലുള്ള. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്? ഒന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ അതിനകത്ത് കുറെ ഹെയ്റ്റ് വന്നേക്കുന്നതിനകത്ത് ഒരു ഒരു മേജർ ഷെയർ കുറെ പ്രൊഫൈൽസ് ഈ പറഞ്ഞ പോലെ ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ട്. അതെ. അതിന്റെ 0 പോസ്റ്റ് 0 ഫോളോയിങ് എന്നാണ് ഒരുപാട് ഇത് വന്നേക്കുന്നത്. അപ്പൊ എന്തോ ഒരു ക്യാമ്പയിൻ മേ ബി റണ്ണിങ് ഉണ്ടാവാം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, ഒന്നും നമുക്ക് അറിയില്ല അതിന്റെ. പക്ഷെ പിന്നെ വേറെ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ റീലൊക്കെ ഇട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോ ചിലർ അതെന്താ ഇത്ര എന്ന് പറഞ്ഞ മറ്റേ ഉള്ളവരുണ്ട്, അവർക്ക് 4 കമന്റ് ഇടാൻ തോന്നും. അങ്ങനെ ഒരു ഷെയർ കാണും. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു അത് എല്ലാ പടത്തിനും ഇത് ഉണ്ട്. ഇപ്പൊ വാഴയാണെങ്കിൽ പോലും ഇറങ്ങി ഹിറ്റ് അടിച്ച് കഴിഞ്ഞപ്പോ ചിലവർ അതിന്റെ താഴെ വന്ന് കുറ്റം പറയാൻ ചിലർ വരും. അത് അല്ല, അറ്റ് ദി എൻഡ് ഓഫ് എന്ന് പറയുന്നത് ഒരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ കണ്ടവരാരും ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന പോലെ നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടി ഇരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ അവര് ചെയ്തായിരിക്കും. ഇവൻ ഇപ്പൊ ആ തിയേറ്ററിന്റെ പേര് ഞാൻ പറഞ്ഞത്, തൃശ്ശൂര് വേറൊരു തിയേറ്റർ പോയപ്പോഴേ രാത്രി 1 മണി 2 മണി ഷോ വിടുന്നത് ഒരു 90-100 വയസ്സുള്ള ഒരു സ്ത്രീ അതിനകത്ത് ഇരിപ്പുണ്ട് ഈ പടം കാണാൻ. അപ്പൊ അങ്ങനെ ഭയങ്കര പ്രായമുള്ള ആൾക്കാരും ഫാമിലീസും ഒക്കെയാണ് അത് കാണുന്നത്. അപ്പൊ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ, വർക്ക് ആവുന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും തിയേറ്ററുകളിലൊക്കെ എല്ലാവരും സിനിമ ഒന്ന് കാണുന്നത് തന്നെ. അപ്പൊ ഈ ബേസിലിന്റെ കൂടെ ആദ്യം അസിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. മിന്നൽ മുരളിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, പാർഷ്യലി വർക്ക് ചെയ്തു. ഞാൻ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഒരു 7 months വർക്ക്. അല്ല, അപ്പൊ ശരിക്കും പറഞ്ഞ ആ ഒരു ഡയറക്ഷനിൽ നിന്ന് ഒരു ആക്ടറായിട്ട് വന്നതാണല്ലോ ഈ ഒരു അതിരടിയില്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ബേസിലിനെ കണ്ട ഒരാളാം കൂടി ആയതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ചേഞ്ച്? പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തപ്പോ ആക്ടർ ആസ് ആൻ ആക്ടർ പുള്ളി കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ്. കാരണം മറ്റേ പ്രഷറിലല്ല, മറ്റേത് ഹൈ പ്രഷർ ആയിട്ട് വന്നു ബേസില്. മറ്റേത് ഇത് നടത്തി എടുക്കണം, മറ്റേത് നോക്കണം, കുറെ 1500 കാര്യങ്ങൾ ഡീൽ ചെയ്യണം പുള്ളിയുടെ തലക്കൂടെ. ഇതിനകത്ത് പുള്ളിക്ക് ചില്ലി റിലാക്സ് ചെയ്ത് കോമഡി ഒക്കെ അടിച്ച് നേരെ പോയി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ പരിപാടി പിന്നെ ഇത് മറ്റേ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. പുള്ളിന്റെ ഉള്ളിൽ പുള്ളിക്ക് എന്തായാലും പ്രഷർ ഉണ്ടാവും, എന്റെ പ്രൊഡക്ഷനും ഒക്കെ കാണും. പക്ഷെ എന്നാലും ആസ് എൻ ആക്ടർ എനിക്ക് തോന്നുന്നു റിലാക്സ്ഡ് ആയിട്ടാണ് പുള്ളി ആ പ്രോസസ് എൻജോയ് ചെയ്ത പുള്ളി. അപ്പൊ ശേഷയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആക്ടിങ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഏതാ കുറച്ചും കൂടി ഇഷ്ടം, അല്ലെങ്കിൽ കൂടുതൽ ചെയ്യാൻ വേണ്ടിട്ട് ഏതായിരുന്നു കൂടുതൽ ഇഷ്ടം? എനിക്ക് സത്യം പറഞ്ഞ ആക്ടർ ആവാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. അപ്പോ അത് നമുക്ക് പണ്ടേ സ്കൂളിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അക്കാഡമിക്കലി ഞാൻ അത്യാവശ്യം നല്ലതായിരുന്നു, പഠിപ്പിച്ചായിരുന്നു. പക്ഷെ എന്നാൽ പോലും സ്റ്റേജിൽ നമ്മൾ മറ്റേ മൈമ് നാടകവും അതും പരിപാടിയും കയറുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹൈയും ആ ഓഡിയൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് അന്ന് നമുക്ക് തിരിച്ചറിയാൻ മനസ്സിലായി. പക്ഷെ അത് നമുക്ക് എങ്ങനെ അതിനെ യൂസ് ചെയ്യാമെന്ന് അറിയില്ല. അപ്പോ അക്കാഡമിക് കരിയർ മൊത്തം ഞാൻ റൺ ചെയ്ത് തീർത്ത് മറ്റേ ജോലിയും കിട്ടി എല്ലാം സമാധാനമായിട്ട് ഇരിക്കുമ്പോ ജോലിയും കളഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെയാണ് ഈ ട്രാക്ക് പിടിച്ചത്. അല്ല, അപ്പൊ എപ്പോഴായിരുന്നു ഒരു ആക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മൊമെന്റ് തോന്നിയത്? എപ്പോഴായിരുന്നു? അതൊക്കെ എനിക്ക് സ്കൂൾ ടൈമിലൊക്കെ തന്നെ. സ്കൂൾ ടൈമില് എന്തോ നാടകമോ എന്തോ പ്ലേ ചെയ്യുമ്പോ തന്നെ നമുക്ക്, അപ്പൊ നമ്മള് ആ നാടക സ്റ്റേജിൽ തട്ടേ കയറി കഴിയുമ്പോ വേറെ എനർജി വരും. ആ എനർജിയിൽ നമുക്ക് ആ ക്രൗഡിൽ ഇരിക്കുന്ന ആൾക്കാരെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ എബിലിറ്റി കാണുമ്പോൾ അത് ഭയങ്കര ഹൈ പവർ ആണല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ നമുക്കൊരു പെർഫോമർ ഉണ്ട് എന്ന് തോന്നും. പിന്നെ ആ പെർഫോമറിന്റെ ഹങ്കർ ഫീഡ് ചെയ്യാന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അല്ല, അത് നമുക്ക് കാണാൻ ഈ മൂവികളിലൊക്കെ വരുമ്പോ ആ ഹങ്കർ. അല്ല, അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ ഈ ജോലിക്ക് രാജിവെച്ചിട്ട് സിനിമയിൽ വരാന്ന് പാരന്റ്സ് ഒക്കെ എന്താ പറഞ്ഞത്? കുറച്ച് സീനായിരുന്നു, അവരെ പറ്റിച്ച്. സബാറ്റിക്കലാണ്, ഇപ്പൊ തിരിച്ച് ജോലിക്ക് കയറുന്നൊക്കെ പറഞ്ഞ് 3 മാസം 6 മാസം 1 വർഷം ഇങ്ങനെയൊക്കെ നമ്മൾ ടൈം ബൈ ചെയ്തു. പിന്നെ അവർക്ക് മനസ്സിലായി പറ്റിച്ചത്. പിന്നെ അവരാ മറ്റേ റിയാലിറ്റി ആയിട്ട് അവരിങ്ങനെ പയ്യെ ഇവൻ എന്തായാലും ഇനിയിപ്പോ ഇതേ പോവുള്ളൂ, ഇനി തിരിച്ചു വരില്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അവര് വിട്ടിട്ടുണ്ടാവും. അപ്പൊ ആദ്യമായിട്ട് ചെയ്തത് നിഴൽ മൂവിയിലായിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നത്? ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അസിസ്റ്റ് ചെയ്തല്ല, ഞാൻ അഭിനയിച്ച നിഴൽ. അതിൽ അസിസ്റ്റ് അസോസിയേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അത് അഭിനയിച്ച നിഴലാണ്.
മൂൺ വാക്കും അടുത്ത പടമായിരുന്നു, പക്ഷെ മൂൺ വാക്ക് ഇറങ്ങിയപ്പോ ഭയങ്കര വൈകി. മൂൺ വാക്ക് സെക്കൻഡ് പടമായിരുന്നു. അപ്പൊ മിന്നൽ മുരളിയിലായിരുന്നു അതോ വൃത്തം സിനിമയിലായിരുന്നു ആദ്യം അസിസ്റ്റ് ചെയ്തത്? വൃത്തമാണ് ഞാൻ ഫസ്റ്റ് വരുന്നത്. വൃത്തമാണ് ചെയ്തിട്ടുണ്ടായത്. അത് ഗൗതമി നായരുടെ. അതും വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ബേസിലുമായിട്ട് ഞാനൊരു അസോസിയേഷൻ ഉണ്ട്. ബേസിൽ എന്റെ കോളേജിലെ സീനിയർ ആയിരുന്നു, ഞങ്ങളുടെ ബാച്ചാണ്. അങ്ങനെ ഇത് എല്ലാവർക്കും ബേസിലായിട്ട് കണക്ഷൻ ഉണ്ടല്ലോ. എല്ലാരും പറയുമ്പോ ഞാൻ കൂടെ പഠിച്ചതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? അന്ന് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിനകത്ത് ബേസിലിനെ അഭിനയിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സീറ്റ് ലൈഫ് എന്ന് പറഞ്ഞു പണ്ട്. സീറ്റ് ലൈഫ് സമയത്ത് തൊട്ട് ഞങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഏതോ ഒരു പോയിന്റ് കോർപ്പറേറ്റ് ഇരുന്ന് പ്രാന്ത് പിടിച്ച അവസ്ഥയില് പുള്ളി എടുത്ത് ചോദിച്ചു എന്തെങ്കിലും പരിപാടി ഉണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞ മിന്നൽ നടക്കുന്നുണ്ട്, നീ ഇറങ്ങി വാ എന്നുള്ള രീതിയിൽ പറഞ്ഞ. പിന്നെ രണ്ടും കൽപ്പിച്ച് പേപ്പറൊക്കെ ഇട്ട് വന്നു. അപ്പൊ മിന്നൽ ഒന്ന് തള്ളി, എന്തോ കുറച്ച് ഡിലേ ആയി. അതല്ല സോറി, അന്ന് മിന്നൽ മുരളല്ല, അന്ന് വേറെ പടം കേട്ടോ. എന്നിട്ട് ഡിലേ ആയി കഴിഞ്ഞ ഗ്യാപ്പില് ഞാൻ പിന്നെ അതായത് ജോലി രാജിവെച്ച് വീട്ടിൽ ഒന്ന് വെറുതെ ഇരിക്കുക, നേരെ പടത്തി ഇറക്കിയത്. അങ്ങനെ നിക്കക്കളിയില്ല, ഞാൻ അപ്പൂപട്ടത്തിനെ വിളിച്ചു. പുള്ളി എന്റെ സ്കൂളിലാ സെന്റ് തോമസിലാണ് വിളിച്ചത്. അപ്പൊ ഞങ്ങളൊക്കെ ഒരു അപ്പൊ ഞാൻ അപ്പൂനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെയാണ് അവസ്ഥ, ഏതെങ്കിലും പടം ഉണ്ടോ? അപ്പൊ അപ്പു പറഞ്ഞതാണ് വൃത്തം എന്ന് പറഞ്ഞ ഗൗതമി ഡയറക്ട് ചെയ്യുന്ന പടം. അതിലാണ് ആദ്യമായിട്ട് ഞാൻ ഓക്കെ ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫിലിം ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ലൈവായിട്ട് കാണുന്നത്. അപ്പൊ അതൊരു കൾച്ചറൽ ഷോക്കുമാണ്. ഇത്രേ ഉള്ളോ എന്നും തോന്നും, എന്തൊക്കെയാണോ പണിയെന്നും തോന്നും. രണ്ട് ഷോക്കൊക്കെ അടിച്ച് അതിൽ നിന്നൊക്കെ സ്ക്രിപ്റ്റ് പ്രോസസ്സ് കാണാൻ പറ്റി. ഞാൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ആലോചിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. സ്ക്രിപ്റ്റ് പ്രോസസ്സ് അവിടെ നിന്നാണ് എനിക്ക് കണ്ടതും ആ പ്രോസസ്സ് കണ്ട. അപ്പൊ എനിക്ക് ഒരു വേറെ തലയിൽ കൂടെ സാധനങ്ങളൊക്കെ അപ്പൊ ഓടുന്നുണ്ട്. നമുക്ക് തലയിൽ എപ്പോഴും കഥ വരും. ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലെ എല്ലാവർക്കും പല എനിക്ക് ഈ കഥ സിനിമ ആക്കിയാലോ എന്ന് എല്ലാവർക്കും ഐഡിയ തോന്നും. പക്ഷെ അത് എങ്ങനെ പേപ്പറിലോട്ട് ആ ഫോർമാറ്റിൽ പുട്ട് ചെയ്യണം എന്ന് പലർക്കും അറിയും. അത് ഞാൻ പയ്യെ അവിടെ നിന്ന് ഫിഗർ ഔട്ട് ചെയ്തു. അങ്ങനെയാണ് പയ്യെ ലിറ്റിൽ മിസ് റാവുത്തറും മിന്നൽ മുരളിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ ലിറ്റിൽ മിസ് റാവുത്തർ അങ്ങനെ പ്രോസസ്സ് പോകുന്നു. അപ്പൊ ബേസിൽ തന്നെ ആയിരിക്കും ലൈഫിലൊരു അല്ലേ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ബേസിലൊരു ടച്ച് പോയിന്റ് ആണ്. ബേസിലും അപ്പുവൊക്കെ അപ്പുവിനോട് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഫിലിമിൽ എനിക്ക് തോന്നുന്നു അപ്പുവാണ് എന്നെ കുറച്ചും കൂടെ ഫിലിം കാണിച്ചു തരുന്നതും. പല സിനിമകള് പണ്ടൊക്കെ സ്കൂളിൽ ഹാർഡ് ഡിസ്കിലാക്കി മറ്റേ ഇത്രയും പടങ്ങൾ എനിക്ക് കൊണ്ടുവരും. നമുക്ക് അന്ന് OTT ഒന്നും ഇല്ലല്ലോ. അന്ന് സ്കൂൾ ടൈമിലേക്ക് ഹാർഡ് ഡിസ്കിൽ നമ്മൾ നിറയെ ഫിലിം കളക്ഷൻസ് കുത്തിയിരുന്ന് വീട്ടിൽ പോയിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്റർനാഷണൽ ഫിലിംസിനോട് വിസിബിലിറ്റി തന്നെ കിട്ടുന്നത്. പക്ഷെ ബേസിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനും ഇതേപോലെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ എല്ലാവരുടെയും ഒരു സ്ട്രഗിൾ ഒക്കെ മനസ്സിലാവുന്ന ഒരാൾ തന്നെയായിരിക്കും. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഡ്രാമയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴായിരുന്നു? അപ്പൊ ഈ പറഞ്ഞു നേരത്തെ സിനിമയൊക്കെ ചെയ്യണേക്കാട്ടും മുൻപ് തന്നെ ഡ്രാമയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തിയേറ്റർ ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നത് ബാംഗ്ലൂരിൽ അന്ന് സമാധാനമായിട്ട് എല്ലാം പോയിക്കൊണ്ടിരുന്ന സമയത്ത്, അതായത് വീക്കെൻഡ് തിയേറ്റേഴ്സ് ഉണ്ട് ബാംഗ്ലൂർ. അപ്പൊ സാറ്റർഡേ സൺഡേസിൽ ഞാൻ തിയേറ്റർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഭയങ്കര ഹൈയാ, വൻ ഡോപ്പമീന. നമ്മൾ പോയി പെർഫോം ചെയ്യുന്ന ചെറിയ ഓഡിയൻസും പരിപാടി കേട്ടോ, ഒരു 50 പേര് 60 പേരൊക്കെ ആയിരിക്കും. പക്ഷെ അതിൽ നമുക്ക് ഭയങ്കര ഒരു സഹായി കിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഇത് കളഞ്ഞിട്ട് പോകാം. പക്ഷെ എന്നാൽ നമുക്ക് മണിയുണ്ട്, സമാധാനമുണ്ട്. പക്ഷെ അതൊന്നും അല്ല എന്ന് നമുക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ട് ഇന്റേണലി. അങ്ങനെ അവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് ഇവിടെ വന്ന് ഈ സ്ട്രഗിൾസിനിടയിൽ അങ്ങനെയാണ് ഞാൻ രസയിലേക്ക് വരുന്നത്. രാഹുൽ തോമസിന്റെ രസ കളക്റ്റീവ് എന്ന് പറഞ്ഞ് തൃപ്പൂണിത്തുറയിലുള്ള. അങ്ങനെ രാഹുലിന്റെ രസയിലോട്ട് വന്നിട്ട് ഞങ്ങള് കുറച്ചും കൂടെ ഇതിനെ ഒരു ഡീപ്പർ ലെവലില് ഈ പ്രോസസ്സിനെ ഞങ്ങൾ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ നോക്കും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു പ്ലേ ചെയ്തു, ഗാഡ്സ് ആൻഡ് താജ് എന്ന് പറഞ്ഞ ഒരു പ്ലേ ചെയ്തായിരുന്നു. അത് ഞങ്ങൾ 2 ആക്ടേഴ്സ് 2 മണിക്കൂർ നിന്ന് പെർഫോം ചെയ്യുക. അങ്ങനെ എനിക്ക് ക്രാഫ്റ്റിനോട് ഭയങ്കര ഒരു ക്രാക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളതാണ്. മോർ ദാൻ ചുമ്മാ ഫിലിമിലും അല്ലാണ്ട് ഇതിന്റെ ക്രാഫ്റ്റിലെ ഡീപ്പർ ഡൈവ് ചെയ്ത് ഫിഗർ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഈവൻ ഫിലിം മേക്കിംഗ് ഓൾസോ അതിന്റെ പ്രോസസ്സിനോടും എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതെങ്ങനെ ന്യൂ ഇയർ ന്യൂആൻസസ് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ഫയർ ഉണ്ട്. അത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ലേണിംഗ് ആണ് എനിക്ക്. അത് കണ്ടംപററി ആവാനും പാടാ. അപ്പൊ നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കുമ്പോ അപ്പോഴേക്കും പുതിയ പിള്ളേര് പുതിയ ഐറ്റം അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് പണ്ട് ലിജൻസ് ഓൾറെഡി വർക്കൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ആക്ച്വലി നല്ല സാധനങ്ങൾ വേണമെങ്കിൽ പണ്ട് പോയി ഡിഗ് ചെയ്യണം. അതായത് 60s 70s 80s ഓൾറെഡി നല്ല വർക്ക്സ് കിടപ്പുണ്ട്. അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ആണ് പിന്നെ 90s വരുന്നത്. അതിന്റെ ഇൻസ്പിറേഷൻ ആണ് ഒരു 2010s വരുന്നത്.
ഇതെല്ലാം ശരിക്കും സൈക്കിളാ. അതെ, അല്ല ഇപ്പൊ എല്ലാം നോക്കുകയാണെങ്കിൽ ഫാഷൻ ആയാലും എല്ലാം നോക്കുമ്പോ ഇതെല്ലാം മാറിക്കൊണ്ട് സൈക്ലിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണ് ശരിക്കും പറയുന്നത്. അപ്പൊ ഈ തിയേറ്റർ എന്ന് പറയുമ്പോഴേ, തിയേറ്ററിൽ അല്ലെങ്കിൽ ഒരു ഡ്രാമ ചെയ്യുമ്പോൾ സിനിമ പോലെയല്ലല്ലോ, നമ്മൾ അപ്പൊ തന്നെ നമുക്കൊരു റെസ്പോൺസ് കിട്ടില്ല. അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ചെയ്യുന്ന സമയത്ത്? തിയേറ്റർ ഇപ്രാവശ്യം ഞാൻ ആക്ച്വലി ഞങ്ങൾ ഒരു പ്ലേ ഇത്തവണ ചെയ്തുള്ളൂ. അതെന്റെ ചങ്കിടിപ്പുകളായിരുന്നു. ഞാൻ 2 ആക്ടേഴ്സ് 2 മണിക്കൂർ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളവിടെ പോയി നിൽക്കുമ്പോ നമുക്ക് റീടേക്ക് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ചെയ്ത് അങ്ങ് കേറുക എന്ന് പറഞ്ഞ വഴി. ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കൊറേ ആർട്ടിസ്റ്റുകളില്ലല്ലോ, രണ്ടുപേരും എങ്ങനെ ആളുകളെ കയ്യിലെടുക്കണം എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും അല്ലേ? ഇത് നമ്മൾ ലൂസ് ആവാൻ പറ്റത്തില്ലല്ലോ. എല്ലാ പോയിന്റിലും എല്ലാരെയും നമ്മൾ ഹുക്ക് ചെയ്യണം. എന്നാ ക്രൗഡ് ഒന്ന് ഡൗൺ ആയാൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, ക്രൗഡ് ഓൺ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം ലൈവായിട്ട് നമുക്ക് തിരിച്ചറിയാനും പറ്റും. ആ കണക്ഷൻ കിട്ടും ഓഡിയൻസുമായിട്ട്. പിന്നെ മറ്റേ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഇതെല്ലാം കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ആയിട്ട് ഇമ്മീഡിയറ്റ്ലി സീൻ ചെയ്യുന്നതിനകത്ത് പോയി തിരിച്ച് ഇതൊരു 20-30 സെക്കൻഡ്സിനകത്ത്. കാരണം ഇല്ലെങ്കിൽ ഓഡിയൻസ് ലൂസ് ആവും. അപ്പൊ അത് ഭയങ്കര ഫാസ്റ്റിലാ. അപ്പൊ ഞാനൊരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മള് ഡ്രെയിനാ. അപ്പൊ എനർജി അത്രയും ഹോൾഡ് ചെയ്യണം. അതൊരു ഭയങ്കര എക്സലറേറ്റിംഗ് പ്രോസസ്. അതെ, അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഡ്രാമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളിപ്പോ സിനിമ പോലെയല്ല, സിനിമ നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമ ഇറങ്ങിയതിന് ശേഷം റിവ്യൂ ഒക്കെ കേട്ട് ആളുകളുടെ കുറച്ച് ടൈം എടുക്കും. ഇത് ലൈവായിട്ട് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ കഴിഞ്ഞിട്ട് ചോദിക്കലും വേണ്ട, നമ്മുടെ പ്ലേ കഴിയുമ്പോ തന്നെ നമുക്കറിയാം അതിനകത്ത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് ഒന്നും എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി. കാരണം നമുക്ക് ഫീൽ ചെയ്ത് അവിടെ പെർഫോം ചെയ്യുമ്പോൾ ലൈവ് അവിടെ കിട്ടും. ഓക്കെ, അത് ശരിക്കും വലിയൊരു കാര്യം തന്നെ. നമുക്ക് അപ്പൊ കിട്ടുമ്പോ കുറച്ചുകൂടി പെർഫോം ചെയ്യാനുള്ള ഒരു എനർജിയും കൂടി വരുമായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ലിറ്റിൽ മിസ് റാവുത്തറില് നല്ലൊരു മൂവിയായിരുന്നു. ശരിക്കും ശേഷയുടെ ലൈഫ് തന്നെയാണോ സിനിമ? അല്ല, ഹൈറ്റ് മാത്രം എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ലേ? അതിൻ്റെ അകത്ത് ക്യാരക്ടറൈസേഷൻസ് എനിക്ക് വേണ്ട അങ്ങനത്തെ കുറച്ച് എടുത്തിട്ടുണ്ട്, എനിക്ക് അറിയാവുന്നവരുടെ. അല്ലാണ്ടൊന്നും കഥയൊന്നും അല്ല കഥയല്ല ചോദിച്ചാൽ ഈ ഹൈറ്റ്, അതിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. എന്താന്ന് വെച്ചാല് അത് ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട് എപ്പോഴല്ലേ ഹൈറ്റിന്റെ ഇഷ്യൂ ഉണ്ടൊക്കെ? സംഭവം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഞാന് ഒരു പടം എനിക്ക് ചെയ്യണം ഈ കഥയുടെ. അപ്പൊ ഞാൻ ആലോചിച്ചു എന്നെ ഞാൻ തന്നെ ലോഞ്ച് ചെയ്യാൻ ആണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ പ്രോജക്ട് എങ്ങനെയായിട്ടാ ഞാൻ കാണും. അതെ, അപ്പൊ അതിനകത്ത് നമ്മുടെ കയ്യിലുള്ള നോൺ നെഗോഷ്യബിൾസ് എന്ന് പറയുമല്ലോ. ഇപ്പൊ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ചെല്ലുമ്പോ ഇതിപ്പോ വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാതിരിക്കാൻ എന്റെ കയ്യിലുള്ള ഹൈറ്റ് ആയിരിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ അതിനെ ഡിസൈൻ അങ്ങനെ ചെയ്തിട്ടാ ഞാൻ തന്നെ എഴുതുന്ന സമയത്താവും ഞാനാണുള്ള നായകൻ, അപ്പൊ എന്തായാലും അങ്ങനെ എഴുതാം, അങ്ങനെ എഴുതിയായിരിക്കും അല്ലേ? അങ്ങനെ തന്നെ എഴുതിയ. അല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആക്ടിങ്ങോ ഡയറക്ഷനോ ഒന്നും പോലെയല്ല സ്ക്രിപ്റ്റ് എഴുതുന്നതും അല്ലെങ്കിൽ ഡയലോഗ്സ് ഒക്കെ എഴുതുന്നതൊക്കെ. അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഈ ലിറ്റിൽ മിസ് റാവുത്തർ എഴുതുന്ന സമയത്ത്? ആക്ച്വലി ഭയങ്കര എൻജോയ് ചെയ്യുന്ന പ്രോസസ്, ചലഞ്ചിങ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് റൈറ്റിംഗ് ആക്ച്വലി ഭയങ്കര എൻജോയ് ചെയ്യാൻ ഞാൻ തുടങ്ങി. റാവുത്തറിന്റെ റൈറ്റിംഗ് പ്രോസസ്. പിന്നെ ചലഞ്ചിങ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ടു മെനി കുക്സിന്റെ റൂം ആവുമ്പോൾ ചലഞ്ചിങ് ആവും. കുറെ പേർക്ക് പല അഭിപ്രായങ്ങൾ വരുമ്പോ ഭയങ്കര ടഫായിട്ടിരിക്കും. പക്ഷെ അല്ലാണ്ട് റൈറ്റിംഗ് പ്രോസസ്സ് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ആക്ച്വലി ഒരു കത്താർസിസും അല്ല, നമ്മുടെ അകത്ത് കിടക്കുന്ന സാധനങ്ങൾ അതിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾക്ക് ചില സീൻസ് എത്തുമ്പോൾ നമ്മൾ കരയും, നമ്മൾ ചിരിക്കും. അങ്ങനെ ഒരു റൈറ്റിംഗ് പ്രോസസ്സ് തന്നെ ഭയങ്കര രസമാണല്ലേ? അല്ല, അത് ശരിക്കും അത് കേൾക്കാൻ ഭയങ്കര രസമാട്ടോ. അതായത് നമ്മൾ റൈറ്റിംഗ് പ്രോസസ്സിൽ എങ്ങനെയായിരിക്കും ശരിക്കും അവരെങ്ങനെയാ എഴുതുന്നതൊക്കെ ആ സമയത്ത് എങ്ങനെയായിരിക്കും നമ്മുടെ എല്ലാവരുടെയും അറിയാമല്ല. എന്റെ പ്രോസസ്സില് ഞാൻ ഇപ്പൊ ചില സീൻസില് എത്തുമ്പോ നമുക്കറിയാം എന്ത് നോച്ച് ടച്ച് ചെയ്യണമെന്ന്, ഇത് ഇമോഷണൽ ആവണമെന്ന് നമുക്കറിയാം. ഞാൻ സ്ക്രീനിൽ വിഷ്വലൈസ് ചെയ്തിട്ട് എഴുതാറ്. അങ്ങനെ എഴുതി ചില പോയിന്റ് എത്തുമ്പോ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ചിലപ്പോ ആ സീനൊക്കെ 2-3 ദിവസം നമ്മളെ കാർന്ന് തിന്നും. അങ്ങനെ അതിലൂടെ കടന്നുപോയി അത് പേപ്പറിലോട്ട് ആക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു അവസ്ഥയാകും. ക്യാരക്ടേഴ്സിന്റെ എല്ലാ പെയിനും നമ്മൾ അണ്ടർഗോ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ടറും കൂടിയാണല്ലോ, അതുകൊണ്ട് നമ്മള് ഇപ്പൊ കഥ എഴുതുന്ന സമയത്ത് ആ മനസ്സിൽ ഇമാജിൻ ചെയ്യാറുണ്ടോ ഇതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ? നമ്മളതിന്റെ എല്ലാ ആംഗിൾസും ആലോചിച്ചിട്ടാ. പിന്നെ ടുവേർഡ്സ് എന്റെ ഈ പറഞ്ഞ പോലെ ഇത് ഡ്യൂറേഷൻ കൂടുതലാണ്, കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ട്രിം ചെയ്യാൻ തുടങ്ങും. ഇതിനെ നമ്മൾ മാത്സ് ആയിട്ട് കാണും. അല്ലെങ്കിൽ ഇനീഷ്യൽ പ്രോസസ്സിൽ ഞാൻ ഹാർട്ടായിട്ടാ അതിനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര രസമാണ്. അല്ല, പലരും പറയല്ലോ ഇങ്ങനെ എത്രത്തോളം ചിലപ്പോൾ അത് നമുക്ക് ചലഞ്ചിങ് ആയിരിക്കും. എന്താ ഇപ്പോഴത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു സമയമാണല്ലോ. ഇപ്പൊ സിനിമ അല്ലെങ്കിൽ വർക്ക് ആയില്ലെങ്കിൽ അവർ പറയും വർക്ക് ആയിട്ടില്ല, അങ്ങനെ പറയുന്നോണ്ടാ. ഇപ്പൊ ഈ എഴുതുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ സിനിമ ഇറങ്ങുമ്പോ എങ്ങനെയായിരിക്കും എന്നൊക്കെ? ചിന്തിക്കാറുണ്ട്. പണ്ടില്ലായിരുന്നു.
പണ്ട് എഴുതുമ്പോഴൊന്നും ഒന്നും ആലോചിക്കില്ലായിരുന്നു. പണ്ട് ഞാൻ റാവുത്തറിന്റെ സമയത്ത്. ഇപ്പൊ ഞാൻ പക്ഷെ റൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഓഡിയൻസ് പെർസ്പെക്റ്റീവ് ഞാൻ ആലോചിക്കും. എവിടെ ട്രോള് കിട്ടും, എവിടെ തെറി കിട്ടും എന്നൊക്കെ നമ്മുടെ ചിന്ത വരും. ഇപ്പൊ ഫോർ മാർക്കറ്റ് എഴുത്ത് നടക്കുന്നത്. അപ്പൊ ഈ ഇപ്പൊ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓരോ സിനിമ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കുമല്ലോ? പലരും പറയും നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ട് എന്താന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് പല ലുക്കാണ് വരുന്നത് ഓരോ സിനിമകളില്. ഇപ്പൊ എനിക്ക് അതിരടി കാണാൻ വന്ന സമയത്ത് അവിടെ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ ആർട്ടിസ്റ്റ് ആണല്ലേ എന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പൊ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കാറുള്ളത് മൂവിക്ക് വേണ്ടിയിട്ടൊക്കെ? ഞാൻ ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രിപ്പറേഷൻ ആയിട്ട് എനിക്ക് തോന്നും. ഇപ്പൊ ഞാൻ ആക്ച്വലി ബി ലൈക്ക് വാട്ടർ എന്നുള്ള മൂഡില. അതായത് ഫിലിം ഒരു ഡയറക്ടേഴ്സിന്റെ എഡിറ്റേഴ്സ് മീഡിയം ആണ്, അല്ലെങ്കിൽ ഒരു ആക്ടേഴ്സ് മീഡിയം അല്ല. കാരണം ആ ഫ്രെയിമിൽ വേണ്ടത് മാത്രം ചെയ്താൽ മതി. അപ്പൊ ഫ്രെയിം ഇത്രയാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ വൈഡ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ബാക്ക് ആയിരിക്കും, ചിലപ്പോൾ ഈ വിരൽ മാത്രം മതി. അപ്പൊ അതിന് വേണ്ടത് ട്രൂത്ത്ഫുൾ ആയിട്ട് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പക്ഷെ തിയേറ്റർ പോലല്ല. തിയേറ്ററിൽ ഭയങ്കര, കാരണം നമ്മുടെ ഫുൾ ബോഡി അത്രയും പേർക്ക് കണക്ഷൻ ലൈറ്റും ഹോൾഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അത്രയും പണി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്നാ സ്മാർട്ട് വർക്ക് ആണ് ഫിലിം. അപ്പൊ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രിപ്പറേഷൻ ഇല്ല. എന്നാൽ കുറച്ച് എന്താ ക്യാരക്ടറിന്റെ വൊക്കാബുലറിയും പരിപാടി എന്താക്കിയ ബേസിക് വർക്ക് ചെയ്തിട്ട് അവിടെ പോയി നിൽക്കും. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പലപ്പോഴും പോകുമ്പോൾ എനിക്ക് ബാക്ക് ഫയർ ചെയ്യും. ഞാൻ ഒരുപാട് ചിന്തിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ പോകും. അപ്പൊ ഡയറക്ടർ വന്നിട്ട് ഇതൊക്കെ പൊളിച്ചിട്ട് ബ്രോ ഇതൊന്നും അല്ല ബ്രോ എന്ന് പറയുമ്പോ നമ്മള് ഇതല്ലേ, പിന്നെ നമ്മൾ ഷൂക്കാവും. അതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു നമ്മള് ആ ഒഴുക്കിനകത്ത് പോകുമ്പോ അവർക്ക് വേണ്ടത് അവർക്ക് പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു പരിപാടിയില്ല. അല്ലപ്പോ ഈ ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, ഡ്രാമ ചെയ്ത കാര്യം പറഞ്ഞു. അപ്പൊ ഈ ആക്ടർ ആവാൻ വേണ്ടിട്ടാണോ ഈ അസിസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത്, അല്ലെങ്കിൽ സിനിമ ചെയ്യാനൊക്കെ തുടങ്ങിയത്? നമുക്ക് വഴി അന്ന് എനിക്ക് ഇപ്പൊ അങ്ങനത്തെ വള്ളികളില്ല. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് 5 years മുമ്പ് കുറെ തല്ലിപ്പൊളി ഓഡീഷൻസ് ഇവിടെ നടക്കും. അതായത് ഒരു 500-1000 പേര് ക്യൂ നിന്ന്, അന്ന് ആ ഹോട്ടലൊക്കെ നമ്മുടെ വൈറ്റിലുള്ള ഹോട്ടലൊക്കെ ഉണ്ട്, മെർമെയ്ഡും വൈറ്റ് ഫോർട്ടിലും ഒക്കെ കുറെ ആൾക്കാർ അവിടെ നിൽക്കുക. ഒന്നും ഉണ്ടാവൂല. ഇങ്ങനെ കുറെ സമയം നമ്മുടെ നഷ്ടപ്പെടും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല, ഇത് നടപടി ആവൂല എന്ന് മനസ്സിലായി. അപ്പോഴാണ് നേരെ അസിസ്റ്റിങ്ങും ആലോചിച്ച് തുടങ്ങിയത്. അങ്ങനെയാണ് ആലോചിച്ചു തുടങ്ങിയത്. ഞാൻ ആലോചിച്ചു ഓക്കെ നമുക്ക് അങ്ങനെ പോയി ഫിഗർ ഔട്ട് ചെയ്ത നെറ്റ്വർക്ക് കണ്ടുപിടിച്ച് അതിനകത്തൂടെ വരാം. ഇന്ന് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോ ആൾക്കാർ എനിക്ക് തോന്നുന്നു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വിസിബിലിറ്റി ഉണ്ടാക്കിയിട്ട് സിനിമയിൽ വരും. അത് ശരി, അത് അങ്ങനെയില്ല. അത് ഈ ഓഡിഷൻസ് അല്ലെങ്കിൽ വരുമ്പോ അറ്റൻഡ് ചെയ്താ കിട്ടിയ അത്രേ ഉള്ളൂ. പക്ഷെ കുറെ എനിക്ക് തോന്നുന്നു സൗമിനായാലും അതെ ഷൈൻ ഒക്കെ എന്ന് പറഞ്ഞാൽ കുറെ അസിസ്റ്റ് ചെയ്തിട്ട് തന്നെ അവര് ആക്ടർ ആയിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ കുറെ, എന്നാലും പക്ഷെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പീരീഡ് ഉണ്ടല്ലോ, നമ്മുടെ കുറച്ചൊരു ചലഞ്ചിങ് ആയിരിക്കും നമ്മളൊരു സിനിമയിൽ ആദ്യമായിട്ട് വരുമ്പോ. അപ്പൊ ആ മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടൊരു സിനിമ ഇതിൽ വന്ന സമയത്ത്, സെറ്റിലൊക്കെ വന്നപ്പോ? ഫസ്റ്റ് സെറ്റാണ് ഞാൻ അസിസ്റ്റ് ചെയ്ത സെറ്റാണ് ആദ്യമായിട്ട് കണ്ടത്. അത് ഒരു ഡ്രീം വേൾഡ് ആയിട്ട് അന്ന് തോന്നി, ഭയങ്കര ഫാൻസി ആയിട്ട്. കാരണം അനുമേനോനെ കാണുന്നു, അവരെ കാണുന്നു, സണ്ണി വെയിൻ കാണുന്നു. അപ്പൊ നമ്മളെല്ലാം ഫിലിമിൽ കണ്ട ആൾക്കാര് ലൈവായിട്ട് കാണുന്നതിന്റെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. ഞാൻ ഏടിയാണ്. അപ്പൊ ആദ്യത്തെ വരെ 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ പട്ടിപ്പണി എടുക്കുന്ന ഒരു മോഡലോട്. പക്ഷെ അല്ലെങ്കിൽ ആ ഒരു ഫാന്റസി വേൾഡില് കുറച്ചു നേരം നിന്ന് ഇവരെയൊക്കെ വെച്ച് ഇത് റിയൽ ആണോ? അല്ല, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിന് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതലായിരിക്കും. അവരെ ഇൻസ്ട്രക്ഷൻസ് കിട്ടുമായിരിക്കുമല്ലോ. അപ്പൊ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലേ അതിന് പണി? ലേറ്റ് ഇല്ല, എളുപ്പം ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഉറക്കമില്ല, അങ്ങനത്തെ സ്ട്രെസ്ഫുൾ തന്നെയാണ്. അപ്പൊ അന്ന് ചിന്തിച്ചായിരുന്നോ ഇനി ഇതുപോലെ അസിസ്റ്റ് ചെയ്ത് തന്നെ പോവായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടില്ല? അത് ജസ്റ്റ് ഒന്ന് ഇൻഡസ്ട്രി എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന്. അതെ. അപ്പൊ ആക്ട് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഓക്കെ അസിസ്റ്റ് ചെയ്തൊക്കെ കാര്യം പറഞ്ഞു, പക്ഷെ ആദ്യമായിട്ട് ആക്ട് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സിനിമയില്? ഈ ഡ്രാമയോ പോലെ അല്ലല്ലോ സിനിമ എന്ന് പറയുന്നത്. അത് അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്താ ചെറിയ സീൻ എന്താണ്, തലേദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ കിടന്നിട്ട് ഒരു ഐഡി ഉറങ്ങാൻ പറ്റും. ഞാനിങ്ങനെ 3 മണി 4 മണിയാവുന്നു. ഞാൻ 4 മണിക്ക് എനിക്ക് പുഷപ്പ് എടുത്തിട്ട് ഉറങ്ങാൻ വിചാരിച്ചു. കുറെ പുഷപ്സ് ഒക്കെ എടുത്തു. ക്ഷീണം വരുന്നു, ഉറക്കം വരുന്നില്ല. എന്നിട്ട് രാവിലെ 6 മണിയുടെ ഷോട്ടിന് അവിടെ ചെയ്തു. അപ്പൊ ചാക്കോച്ചനായിട്ട് എന്തോ ഒരു പരിപാടിയായിരുന്നു, എന്തോ ചെറിയ സീൻ. അപ്പൊ നമുക്കത് ഭയങ്കര ആങ്ഷ്യസിലാണ് ഫസ്റ്റ് ഇതായോണ്ട്. എന്നാ കുഴപ്പമില്ല, ചെയ്തും പോയി. ആ ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞു കിട്ടി. ഇനിയിപ്പോ പിറ്റേ ദിവസം ഇനി എന്തെങ്കിലും സിനിമ വരുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്നോ? ഇല്ല, അതങ്ങോട്ട് ചെയ്തു പോന്നു. അതുപോലെ മധുവിധുവിലും നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ ആ സിനിമയുടെ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അതിന്റെ സെറ്റ് ഒക്കെ? മധുവിധുവിൽ എന്റെ ഒരു ചെറിയ ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ അതിനകത്ത് ടുവേർഡ്സ് എൻഡിൽ വരുന്ന കണ്ണിങ് ഒരു മെയിൻ ക്യാരക്ടർ.
അപ്പൊ അത് കുറച്ച് ഫൺ സെറ്റ് ആയിരുന്നു. അത് എല്ലാരും കോമഡിയും, അസീസക്കയും ഇവരെല്ലാരും ഉണ്ടായിരുന്നു, ഷറഫക്കയും എല്ലാരും കോമഡിയും പരിപാടിയൊക്കെ ആയിട്ട് എന്റെ കുറച്ച് ദിവസം ഉള്ളായിരുന്നു. അപ്പൊ ഭയങ്കര ഇന്ററാക്ഷൻസ് ഇല്ലായിരുന്നു, എന്നാലും രസമുള്ളൊരു അതെ, പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. സിനിമയും അത്യാവശ്യം തിയേറ്ററിലൊക്കെ ഫാമിലി ഓഡിയൻസ് ഒക്കെ വന്ന സിനിമയായിരുന്നു. എനിക്ക് OTT അടുത്ത ആഴ്ച. അതെ അതെ. ഇനിയിപ്പോ അതിരടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പൊ പറയുന്ന ആൽഫ മെയിലിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അയ്യോ അതിൽ ഭയങ്കര കോമഡി ആയിരുന്നു. അവൻ ആൽഫൻ ലീബ എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഒരു ആൽഫ മെയിലാണോ? അല്ല. ഇടയ്ക്ക് നമ്മള് പ്രിട്ടൻഷ്യസ് ആയിട്ടിരിക്കും. അങ്ങനല്ല. അല്ല, ആ ക്യാരക്ടർ ഭയങ്കര ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാ. അതിലൊരു ഫോൺ വിളിക്കുന്ന സീനിൽ പറയല്ലോ, അതായത് എടാ അവിടെ നിന്ന് എടുത്ത് പൊട്ടിക്കല്ലടാന്ന് പറയാ, പക്ഷെ വീട്ടില് ഫുള്ളും പിഞ്ചു കുഞ്ഞാണ്. പിന്നെ നമ്മളെ ബെറ്റർ ആവുന്ന കോ ആക്ടേഴ്സ് വി ആർ ഓൺലി ആസ് ഗുഡ് ആസ് ആർ കോ ആക്ടേഴ്സ് എന്ന് പറയും. അവര് അത്ര രസമായിട്ട് ചെയ്യുന്നുണ്ട്. അമ്മയുടെയും അതുൽ സിംഗ് അവരൊക്കെ നല്ല രസമായിട്ട് ചെയ്യുന്നോണ്ടാ നമ്മുടെയൊക്കെ രസമായിട്ട് ഇരിക്കുന്നതായിരിക്കും. കാരണം അമ്മയൊക്കെ ഭയങ്കര ഹൈപ്പറായിട്ട്, അപ്പൊ ഇവനിങ്ങനെ മറ്റേ നിങ്ങൊക്കെ കൂളായിട്ട് നിൽക്കുമ്പോ അമ്മ വന്നിട്ട് പറഞ്ഞ് അടിക്കുമ്പോ അത് കോൺട്രാസ്റ്റിലാ കോമഡി വർക്കാവും. അതെന്താറിയോ ഭയങ്കര. പിന്നെ അതുപോലെ മമ്മി വരും ഇപ്പൊ നമ്മളെ രക്ഷിക്കുന്ന പറഞ്ഞിരിക്കുമ്പോഴേക്കും മമ്മി അപ്പൊ കോൺട്രാസ്റ്റ് വർക്കാവുമ്പോഴാ ഹ്യൂമർ വർക്കാവും. അതെനിക്ക് തോന്നുന്നു എല്ലാ ക്യാരക്ടറും ബേസിലായാലും അത് എല്ലാവർക്കും കുറച്ചൊരു മറ്റേ ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാ. അതായത് അവസാനത്തെ സീനിലുണ്ടല്ലോ, അതായത് ഫെസ്റ്റിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു, ഈ ക്രീം ബണ്ണ് കഴിക്കുന്നതിനാണോടാ ഫെസ്റ്റ് എടുത്താൽ പോണെന്നൊക്കെ പറയാം. സൈസൊക്കെ വെച്ച് നോക്കുമ്പോ ഭയങ്കര, പക്ഷെ എന്താ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സൊന്നും. അത് ശരിക്കും ആ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം സൂപ്പർ ആയിരുന്നു. ലാസ്റ്റ് സീനിലുണ്ടല്ലോ അതിലും ഇതേപോലെ സ്റ്റേജ് കയറാൻ, അതെ സ്റ്റേജ് എന്നാണോ, നമുക്കൊരു ഡ്രീം ക്യാരക്ടർ ഉണ്ടോ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ മുൻപ് കണ്ട പല താരങ്ങളുടെയും ആക്ടിങ് കൊണ്ടായിരിക്കാം നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഏതാണ് ക്യാരക്ടർ ഉണ്ടോ ഇനി ഫ്യൂച്ചറിൽ? ക്യാരക്ടർ എന്ന് പറയാനില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇമോഷണൽ ഗ്രാഫ്സും നല്ലൊരു ക്യാരക്ടർ ആർക്ക്, അതായത് പല പല ഷെയ്ഡ്സ് മൾട്ടി ഡയമെൻഷൻസിൽ പോകുന്ന ക്യാരക്ടർ ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ചില സിംഗുലർ ഡയമെൻഷൻ ആയിരിക്കുമല്ലോ, ഒന്നെങ്കിൽ ഹ്യൂമർ മാത്രം. അപ്പൊ പലതും അതിനകത്തൂടെ കടന്നു പോകാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. എന്നാലും നമുക്ക് ഇപ്പൊ പലരും പല ആർട്ടിസ്റ്റുകളും ചെയ്ത് ചിലർക്ക് പറയും ഇവർക്ക് ഇമോഷണൽ അധികം അങ്ങനെ സെറ്റ് ആവുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഇവർക്ക് കോമഡി സെറ്റ് ആവില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ആക്ടിങ്ങിന്റെ ഒരു സ്കില്ലിനെ പറ്റിട്ട് പറഞ്ഞിട്ടുണ്ടോ ഫ്രണ്ട്സ്? എപ്പോഴും പറയും അത് ഒന്നാന്ന് പറഞ്ഞാൽ പ്രജുഡിസം നമ്മുടെ ലുക്കിൽ വരും. ഇപ്പൊ എന്നെ കാണുമ്പോ തന്നെ ഇവൻ മോഡൽ ലുക്ക് പ്ലാസ്റ്റിക് ഈ തോട്ട് വരും, ഇവൻ നോർത്ത് ഇന്ത്യൻ ലുക്ക്, ഇങ്ങനെ ഒരു പ്രജുഡിസ്ഡ് മൈൻഡ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് അവർക്കെല്ലാം ഇവന് കൊള്ളാം എന്ന് തോന്നിപ്പിക്കാനാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ആക്ടേഴ്സ് ഈഗോ കിടക്കുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് അതുണ്ട് ബാക്ക് ഓഫ് ദ മൈൻഡ് സംഭവം, അത് പൊട്ടിച്ചു കൊടുക്കണം എന്നുള്ള ഒരു തോട്ടുണ്ട്. അല്ല എല്ലാരും അത് ശരിയാട്ടോ പറയുന്നത്, എല്ലാവരും ജഡ്ജ് ചെയ്യും. ഇവനെന്താ മസിലൊക്കെ ഇരുന്ന് ഭയങ്കര കരയുന്ന കാസ്റ്റിംഗ് നടക്കുന്ന ഒക്കെ ഞാൻ എല്ലാ പടമല്ലേ, മോസ്റ്റ് ഓഫ് ദ മൂവീസിൽ നടക്കുന്നത് ഭയങ്കര ക്വിക്കാ പെട്ടെന്നാ. അപ്പൊ അവരെങ്ങനെ നോക്കുന്ന ഫോട്ടോ ഉണ്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു വിട്ടു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അയാളുടെ പെർഫോമൻസോ അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് പറ്റുമോന്നൊന്നും അല്ല. ഫസ്റ്റ് നമ്മുടെ ഫോട്ടോയിൽ അവർക്കാണ്. ഇന്നിപ്പം മേക്കപ്പും ഡിപ്പാർട്ട്മെന്റും പല പരിപാടികളുണ്ട്, പലരെയും പല രൂപത്തിലാക്കാൻ പറ്റും. അവര് വില്ലിങ്ങുമാണ് പണിയെടുക്കാൻ. അപ്പൊ സ്കില്ലിൽ കുറച്ചും കൂടെ ഡിഗ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ ആക്ടേഴ്സിന്റെ ഡെപ്ത് എന്താന്നുള്ളത്. അത് ശരിയാ. പിന്നെ അതുപോലെ ഇനി എന്തെങ്കിലും ഡയറക്ഷൻ അല്ലെങ്കിൽ ഇതിലോട്ടൊക്കെ ചെയ്യുന്നുണ്ടോ അടുത്ത മൂവി, അതോ ആക്ടിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പയ്യെ പയ്യെ അതുപോലെ തിയേറ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? തിയേറ്ററും ഞാൻ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ തിരിച്ച് അതൊരു എന്താ ഹോമാണ് നമുക്ക്. ഈ നോയ്സ് ഇപ്പുറത്ത് ചെയ്തിട്ട് അപ്പുറത്ത് പോയി പണിയെടുത്ത ക്രാഫ്റ്റ് ബിൽഡ് ചെയ്യാൻ ഉള്ള സ്പേസ് ആയിട്ട് ഞാൻ അങ്ങനെ അതിനെ കാണുന്നു. അങ്ങനെ കാണുന്നത്. അപ്പൊ ഇപ്പൊ പല ആളുകളും പറയും, പല ആർട്ടിസ്റ്റുകളിലൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മളടുത്ത് ഇപ്പൊ മമ്മൂക്കെ തന്നെ പലരിടത്തും പല സജഷൻസും കാര്യങ്ങളും പറയല് കണ്ടു ആക്ടിങ്, അങ്ങനെ ഏതെങ്കിലും ഒരു വലിയൊരു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഓർമ്മയിൽ അങ്ങനെ ഒരു മൊമെന്റ് ഇല്ല. ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ആക്ടേഴ്സ് നല്ല കേട്ടോ, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആളുകളുടെ സജഷൻസും അല്ലെങ്കിൽ അവരുടെ ഒരു ഉപദേശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആരെങ്കിലും ഒരു മെന്റർ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കില്ലേ? ഉണ്ടോ ആരെങ്കിലും അങ്ങനെ? ഞാൻ ആരെയും മെന്റർ കസേരയിൽ ആരും ഇരുത്തിട്ടില്ല, മനസ്സുണ്ട്. അങ്ങനെ ഒരു ആക്ടിങ് മെന്റർ ഒന്നും ഇല്ല.
ഇല്ല, ഓക്കെ, അങ്ങനെയാണ്. ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്യാന്നുള്ള. ആ അപ്പൊ ഇനി ചിലപ്പോൾ ടൈം എടുക്കും, പക്ഷെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് അവിടെ എത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ഓ അങ്ങനെ അല്ല, പലരും പറയല്ലോ മെന്റേഴ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ല അതൊന്നും. ചിലപ്പോ പക്ഷെ ആഗ്രഹമുണ്ട് കേട്ടോ, നല്ല ആരെങ്കിലും അങ്ങനത്തെ ഒരു മെന്റേഴ്സ് വന്നാവോ ഡെഫിനറ്റ്ലി. ഉം. പക്ഷെ എല്ലാരും എനിക്ക് തോന്നുന്ന ഓരോരുത്തർക്കും ഓരോ ജേണിയാണ്. അപ്പൊ അവര് തന്നെ ഫിഗർ ഔട്ട് ചെയ്തോണ്ടിരിക്കുക. ചിലർ ഫസ്റ്റ് പടത്തിൽ അടിച്ചിട്ട് നേരെ ടോപ്പിൽ പോകും, ചിലർ ടൈം എടുത്ത് ഡിഗ് ചെയ്ത് ഫൈൻഡ് ദെയർ വേ. പലർക്കും പല റൂട്ടാ. അപ്പൊ ഫിലിം എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരു മെന്റർഷിപ്പിന് സ്പേസ് ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. ആകെ ക്രാഫ്റ്റിന് മാത്രമേ ഉള്ളൂ ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ, എടാ നീ ഇങ്ങനെ ഹോൾഡ് ചെയ്യണം, മറ്റേത് ചെയ്യണം, നമ്മുടെ പോസ്റ്റർ ചിലപ്പോൾ ശരിയല്ല. ഓരോരുത്തർ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഓക്കെ ഇങ്ങനെ ശരിയാണല്ലോ എന്നൊക്കെ നമ്മുടെ അല്ല, തോട്ട്. അങ്ങനെ പറഞ്ഞാലാണല്ലോ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഓ അത് ശരി, അത് വരാം. അല്ലാണ്ട് അപ്പൊ അതിരടി ശരിക്കും പറഞ്ഞാൽ അതിരടി തൂക്കി തന്നെ പറയാം. തിയേറ്ററിലൊക്കെ ഭയങ്കര ഹൗസ്ഫുള്ളൊക്കെ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിൽ ഇറങ്ങാൻ പോവാണ്. ഇനിയും നമുക്ക് വേറെ ലാംഗ്വേജിലൊക്കെ പ്രതീക്ഷിക്കാതിരിക്കില്ലേ? തെലുങ്കിലൊക്കെ പ്രതീക്ഷിക്കാം, ഹിന്ദി തെലുങ്ക് എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അതുപോലെ ഈ തിയേറ്ററിലൊക്കെ അല്ലെങ്കിൽ ഡ്രാമയൊക്കെ ചെയ്യാൻ പറ്റട്ടെ. നല്ല നല്ല വേഷങ്ങൾ ആളുകൾ ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ, അത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക് യു.